കൈകേയിയുടെ മനം മാറുന്നു. കുടിലബുദ്ധിയായ മന്ധര കൈകേയിയുടെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ മനസ്സിനെ മ്ലാനമാക്കുന്നതിനും കളങ്കപ്പെടുത്തുന്നതിനും വളരെ വക്രമായ വാദഗതികളുപയോഗിച്ച് തന്റെ കൗശലങ്ങൾ അതിസമർത്ഥമായി കൈകാര്യം ചെയ്തു. ഇതിന്റെ ഫലമായി രാജന് തന്റെ മകനുവേണ്ടി അവ നേടിയെടുക്കാനും നിശ്ചയിച്ചു. കൈകേയിയുടെ പവിത്രമായ ഉദ്ദേശ്യങ്ങൾ അവർ തീരെ ഉപേക്ഷിച്ചില്ലെങ്കിലോ എന്നു ഭയന്ന് മന്ധര അവളുടെ പരമദുഷ്ടമായ തന്ത്രങ്ങൾ പിന്നെയും തുടർന്നു. അവളുടെ അടിമ മനസ്ഥിതിയും ഉത്കണ്ഠയും കൂടുതൽ ശക്തിയായി പ്രകടിപ്പിച്ചു. തന്റെ സ്വാമിനിയുടെ കാൽക്കൽ ധാരാളം കണ്ണുനീർ പൊഴിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, അമ്മേ, നമ്മോട് തെല്ലെങ്കിലും പരിഗണനയുള്ളവരായി ആരുണ്ട് ഈ അയോധ്യാനഗരിയിൽ? എണ്ണപ്പെട്ട നിലയിൽ ആരുണ്ടവിടെ ദേവിയോട് പെരുമാറാൻ? അവരെല്ലാം ദേവിക്കെതിരെ ഒറ്റക്കെട്ടായിരിക്കുകയാണ്. ദേവി ഇവിടെ അപരിചിതയാണ്. അധികം കഴിയുന്നതിനു മുമ്പ് അവർ ദേവിയെ അയോധ്യയിൽ നിന്നും പുറത്തേക്കെടുത്തു തറിഞ്ഞുവെന്നും വരാം. അതിനും അവർ മടിക്കില്ല. ചക്രവർത്തി കുടിലനായ സൂത്രശാലിയാണ്, സമർത്ഥനായ ജാലവിദ്യക്കാരൻ. അദ്ദേഹം ദേവിയെ സമീപിക്കുമ്പോൾ തന്റെ മനോരഥങ്ങളെ സംതൃപ്തമാക്കുന്നതിന് മൃദുവായി പ്രിയകരമായും സംസാരിക്കുന്നു. അനന്തരം വിജയശ്രീലാളിതനായി സ്ഥലം വിടുന്നു. ദേവി അർഹിക്കുന്ന ഉന്നതമായ പദവി ഇല്ലാതാക്കുന്നത് ദേവി തന്നെയാണ്. ഇത് മനസ്സിലാക്കൂ അമ്മേ. ഓർമ്മിക്കൂ, രാജാക്കന്മാർ കാമത്താൽ ഭരിക്കപ്പെടുന്നു. ദേവിയുടെ പിതാവ് ഈ വസ്തുത അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ദേവിയെ ഈ വൃദ്ധനായ വിവാഹാർത്ഥിക്ക് നൽകുന്നതിന് സമ്മതിച്ചില്ല. തുടർന്നുണ്ടായ ഗൂഢാലോചനകളുടെയും വൃഥാഭാഷണങ്ങളുടെയും ശേഷം ഗർഗമഹർഷിയുടെ മാധ്യസ്ഥം വഴി ദേവിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ടു. വിവാഹാർത്ഥി പല ഉപാധികൾക്കും വഴങ്ങാൻ നിർബന്ധിതനാവുകയും ചെയ്തു. ഇന്ന് ആ സമ്മതികളും ഉപാധികളുമൊക്കെ അഗ്നിയിൽ വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ്. ദേവിയുടെ പുത്രൻ വഞ്ചിതനായി. ഈ സമയമെല്ലാം അവർ തങ്ങളുടെ വിനോദനാടകം ശാന്തമായി അഭിനയിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ദേവിയുടെ പുത്രൻ ഇവിടെയില്ലാത്ത ഈ തഞ്ചം എന്തിനവർ പ്രയോജനപ്പെടുത്തണം? ഈ സാമ്രാജ്യത്തിനപ്പുറത്തുള്ള രാജ്യങ്ങളിലെ ഒരു ഭരണാധികാരിക്കും പങ്കെടുക്കാൻ സാധിക്കാത്ത നിലയിൽ അവരെന്തിന് അഭിഷേകത്തിനിങ്ങനെ തിരക്കുകൂട്ടുന്നു? ആലോചിക്കൂ, അവരുടെ നീച മനസ്ഥിതി നോക്കൂ. അവർ എത്രമാത്രം കാപട്യവും ദ്രോഹവും നിറഞ്ഞവരാണ്. അയൽ രാജാക്കന്മാർ ക്ഷണിക്കപ്പെടുമ്പോൾ ദേവിയുടെ പിതാവ് തീർച്ചയായും അതിൽ സംബന്ധിക്കും. പ്രകൃത്യാ അദ്ദേഹം അപ്പോൾ തന്നോട് ചെയ്തിട്ടുള്ള വാഗ്ദത്തം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തും. അതുകൊണ്ട് ആരെയും അറിയിക്കാതെ അഭിഷേകം നടത്താനാണ് പദ്ധതി. ഒരിക്കൽ അഭിഷേകം നടത്തപ്പെട്ടാൽ പിന്നീടത് റദ്ദു ചെയ്യാനാവുകയില്ല. ഇത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആ ശൃഗാലന്മാർ ഈ ഗൂഢാലോചന ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് കൃത്യസമയത്ത് മുന്നറിയിപ്പ് സ്വീകരിക്കൂ. ഒരിക്കൽ ഈ അവസരം നഷ്ടപ്പെട്ടാൽ ദേവിയുടെ വിധി ശുഗനന്ദെ പോലെ നിന്ദ്യമായിരിക്കും. അതുകൊണ്ട് താമസിക്കരുതേ. നല്ലപോലെ ചിന്തിക്കുക. അഭിഷേകം മുടക്കാനായി ഏതെങ്കിലും ഒരു മാർഗത്തെപ്പറ്റി ആലോചിക്കൂ. മന്ധരക്രോധത്തിന്റെ വിദ്വേഷത്തിന്റെ ജാലകൾ വീശി ഉജ്ജ്വലിപ്പിച്ചു. കൈകേയി മന്ധരയുടെ ഗൂഢാലോചനയ്ക്ക് കീഴടങ്ങി. ഒടുവിൽ അവർ പറഞ്ഞു, നിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നുകയാണ് നിന്റെ ഓരോരോ പ്രസ്താവനയും കൂടുതൽ കൂടുതൽ സത്യമാണെന്ന്. അതെ, തീർച്ചയായും കാത്തിരിക്കാൻ കാലമില്ല. എന്താണീ ചെയ്യേണ്ടത്? ഞാനെടുക്കേണ്ട നടപടികൾ നിനക്ക് സൂചിപ്പിക്കാമെങ്കിൽ ഞാനത് ചെയ്യാം. തന്റെ ദുരാരോപണങ്ങൾക്ക് വശവതയായിരിക്കുന്ന കൈകേയി എന്നതിന്റെ വ്യക്തമായ സൂചനകൾ കിട്ടിയപ്പോൾ മന്ധര അഹങ്കാരത്തിനും ആനന്ദത്തിനും അധീനയായി. അവൾ വളരെ ഉറപ്പോടുകൂടി സംസാരിച്ചു. അമ്മേ, കൂടുതലായൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദേവിയുടെ അവകാശം നേടിയെടുക്കാനുള്ള വാദങ്ങൾ നിപുണവും ശക്തവുമാണ്. പണ്ടൊരിക്കൽ ചക്രവർത്തി ദേവി തത്സമയത്ത് ചെയ്ത സഹായം നന്ദിപൂർവ്വം സ്വീകരിച്ചപ്പോൾ ദേവിക്ക് 2 വരങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ തനിക്ക് അതിന്റെ ആവശ്യമില്ലെന്നും പിന്നീട് ആവശ്യം വന്നാൽ ചോദിച്ചുകൊള്ളാമെന്നും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ലേ? ഇന്ന് ആ 2 വരങ്ങളും 1000 ആവശ്യങ്ങൾക്ക് മതിയാവും. ദേവിക്ക് ആ 2 വരങ്ങൾ തരാനായി ഇപ്പോൾ ആവശ്യപ്പെട്ടുകൂടെ? ചോദിച്ചുകൊള്ളാമെന്നും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലേ? ഇന്ന് ആ 2 വരങ്ങളും 1000 ആവശ്യങ്ങൾക്ക് മതിയാവും. ദേവിക്ക് ആ 2 വരങ്ങൾ തരാനായി ഇപ്പോൾ ആവശ്യപ്പെട്ടുകൂടെ? മന്ധര ഇപ്രകാരം വ്യക്തമായും ശക്തമായും പറഞ്ഞപ്പോൾ കൈകേയി സംഭ്രമിച്ച് തലയുയർത്തി പറഞ്ഞു, അല്ലയോ മന്ധരേ, നീയത്ര സമർത്ഥയാണ്. കാഴ്ചയിൽ നീ വിരൂപിയായ കൂനിയാണെങ്കിലും ഉപായസമ്പുദ്ധിയിലും ബുദ്ധിയിലും നീ ഏറ്റവും ആകർഷകത്വമുള്ളവളാണ്. ശരീരസൗന്ദര്യം കഷ്ടിയാണെങ്കിലും ബുദ്ധിപരമായ നേട്ടങ്ങളെ വിദഗ്ധയെന്ന നിലയ്ക്ക് നീ ആ കുറവ് നികത്തുന്നുണ്ട്. ഞാനെങ്ങനെയാണ് ആ 2 വരങ്ങൾ നേടേണ്ടതെന്നും ആ വരങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്നും പറയൂ. മന്ധര മറുപടി പറഞ്ഞു, അമ്മേ, ഒരു വരം ദേവിയുടെ മകനെ യുവരാജാവായി വാഴിക്കണം. 2ാമത്തേത് രാമൻ സാമ്രാജ്യത്തിൽ വിടെയും താമസിക്കരുത്. ഒരു നിമിഷത്തെ ആലോചന പോലും കൂടാതെ മന്ധര പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ കൈകേയി ചിന്താഗ്രസ്തയായി. അവൾ അതിൽ നിന്നും മുക്തയായി പറഞ്ഞു, മന്ധരേ, എന്റെ മകനെ രാജാവാക്കണം എന്നുള്ളത് ന്യായമായ ആവശ്യമാകാം.
പക്ഷേ രാമനെ രാജ്യത്തിൽ നിന്ന് അകറ്റുക എന്നത് എന്റെ മനസ്സ് സമ്മതിക്കുകയില്ല. ആ ചിന്ത തന്നെ എന്നെ വേദനിപ്പിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അവർ ഒരു പീഠത്തിൽ പെട്ടെന്നിരുന്നു. ക്ഷണത്തിൽ താൻ പ്രവർത്തിക്കണമെന്ന് മന്ധര കണ്ടു. അമ്മേ, ഇത് ഭീരുത്വത്തിനുള്ള അവസരമല്ല. വിളംബം അമൃതിനെപ്പോലും വിഷമാക്കി മാറ്റും. ഇതിലൊരു തെറ്റുമില്ല. ദേവി അല്പം കഠിനയാവണം, അല്ലെങ്കിൽ നമ്മുടെ പദ്ധതി വിജയിക്കുകയില്ല. അവർ ചെയ്ത തെറ്റിന് മകൻ രാജ്യഭരണം നടത്തണമെന്ന് ദേവി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതു മതിയായ പരിഹാരമൊന്നുമല്ല. ദേവിക്ക് രാജമാത എന്ന പദവി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വഴിയിൽ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ഞാൻ വിഷം കഴിച്ച് മരിക്കുക. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ദേവി കഷ്ടപ്പെടുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കുകയില്ല. കൈകേയിയോടുള്ള അതിശക്തമായ സ്നേഹവും ബന്ധവും കൊണ്ട് ആത്മനിയന്ത്രണം നശിച്ചവളെപ്പോലെ മന്ധര അത്യുച്ചത്തിൽ വിലപിച്ചു. ശൈശവം മുതൽ കൈകേയിയെ വളർത്തിക്കൊണ്ടുവന്ന ആയയായിരുന്നു മന്ധര. അവൾ കൈകേയിയെ സുശ്രദ്ധം പരിപാലിച്ചു. അവളുമായി കളിച്ചു. അവളെ ഓമനിച്ചു. ഈ കാലമത്രയും മന്ധരയുടെ നേരെ കൈകേയിക്ക് വലിയ പ്രതിപത്തിയും പരിഗണനയുമുണ്ടായിരുന്നു. അവൾ കൂടുതൽ എതിർപ്പുകളൊന്നും ഉന്നയിച്ചില്ല. അവൾ മന്ധരയുടെ ദുഃഖം ശമിപ്പിക്കാൻ ശ്രമിച്ചു. മന്ധരെ, നിനക്ക് ഉറച്ചു വിശ്വസിക്കാം. നീ സന്തുഷ്ടയാകുന്ന രീതിയിൽ തന്നെ വീഴ്ച വരുത്താതെ ഞാൻ പ്രവർത്തിക്കുന്നതാണ്. പറയൂ, ഞാനിപ്പോൾ ചെയ്യേണ്ടതെന്താണ്? അവർ ചോദിച്ചു. മന്ധര മറുപടി കൊടുത്തു. രാമനെ രാജ്യത്തിനു പുറത്ത് വനത്തിലേക്ക് നാടുകടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്തില്ലെന്ന് ധരിക്കരുത്. വളരെ ചിന്തിട്ടേ ഞാനത് ചെയ്തിട്ടുള്ളൂ. രാഷ്ട്രീയ കാര്യങ്ങളിലും നിയമജ്ഞാനത്തിലും കൈകേയി ഒരു ശിശുവാണെന്നതുകൊണ്ട് അവൾ പറഞ്ഞു. 12 കൊല്ലക്കാലം തുടർച്ചയായി തടസ്സപ്പെടുത്താതെ കൈവശം വെച്ചനുഭവിച്ചാൽ അന്യന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിന്മേൽ നിങ്ങൾക്ക് സ്ഥിരാവകാശം ലഭിക്കുന്നതാണെന്ന് നിയമം പറയുന്നു. അതുകൊണ്ട് നാടുകടത്തലിന് കാലനിർണയമുണ്ടാകുന്നത് നല്ലതാണ്. 14 വർഷമായിരിക്കട്ടെ അത്. ആ കാലഘട്ടം കഴിഞ്ഞ് രാമൻ മടങ്ങിവരുമ്പോൾ അദ്ദേഹത്തിന് രാജ്യം അവകാശപ്പെടാം. അത് ദേവിയുടെ മകന്റെ ചോദ്യം ചെയ്യപ്പെടാൻ നിവൃത്തിയില്ലാത്ത സ്വത്തായിത്തീരുന്നു. താൻ അഭിപ്രായപ്പെട്ട രൂപത്തിൽ തന്നെ തന്റെ നിർദ്ദേശം രാജ്ഞി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ധര കണ്ടു. അതുകൊണ്ടവൾ പറഞ്ഞു, അമ്മേ, ഇനി ഒട്ടും താമസിക്കേണ്ട. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വരങ്ങൾക്കായി അപേക്ഷിച്ചാൽ ചക്രവർത്തി വഴങ്ങുകയില്ല. ദേവി ക്രോധഭാവം കൈക്കൊള്ളണം. കിടപ്പറയിലെ തലയിണകളും വിരികളും വാരിവിതറിയിട്ട് ആഭരണങ്ങളെല്ലാം മുറിയുടെ മൂലകളിലേക്ക് വലിച്ചെറിയൂ. തലമുടി കെട്ടഴിച്ചു അനിയന്ത്രിതമായ നിലയിൽ പ്രാഞ്ചിപ്പറത്തിയിടൂ. പ്രാണത്യാഗം ചെയ്യാനൊരുങ്ങിയ നിലയിൽ പ്രവർത്തിക്കൂ. ക്രോധവും ദുഃഖവും കൊണ്ട് വശംകെട്ട രാജ്ഞിമാർ തിരഞ്ഞു കണ്ടുപിടിക്കപ്പെടാൻ തക്കവണ്ണം ചെന്നുകിടക്കാറുള്ള ക്രോധാലയത്തിൽ പോയി വെറും നിലത്ത് കിടന്നോളൂ. അപ്പോൾ മാത്രമേ അങ്ങയുടെ ആവശ്യം പരിഗണനയ്ക്കും സ്വീകരണത്തിനും അർഹമാകുകയുള്ളൂ. എഴുന്നേൽക്കൂ, ഈ ജോലിയുടെ ആദ്യ നടപടി ആരംഭിക്കൂ. മന്ധര കൈകേയിയെ ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവർ അതിനു വഴങ്ങി. അവളുടെ നിർദ്ദേശപ്രകാരം ചെയ്തുകൊണ്ട് ക്രോധാലയത്തിൽ പ്രവേശിക്കാനും അവരുടെ വിധേയവും ആസന്നമായ വിപത്തിനെയും പറ്റി വിലപിക്കുവാനും തീർപ്പെടുത്തു. ഉള്ളിൽ നടന്നതെന്തെന്നില്ലാത്ത ഭ്രമത്തിന്റെ കാരണമെന്തെന്നറിഞ്ഞിട്ടില്ലെങ്കിലും പുറത്തേക്ക് വാതിലുകൾ വലിച്ചടച്ചു. ക്രോധാലയത്തിന്റെ നേരെ നടന്നു. ക്രോധാലയം. ഇതിനിടയിൽ പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരുന്നു. ദർബാർ ഹാളിൽ നിന്നും പുറത്തേക്കു വന്ന ശേഷം ദശരഥൻ കൗസല്യയുടെ സമീപം പോകുന്നതിനു പകരം ആദ്യമായി കൈകേയിയെ ഈ സന്തോഷവാർത്ത അറിയിക്കണമെന്ന് കരുതി. കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. വഴിയിൽ അവിടെവിടെയായി ജാഗ്രതയോടെ നിന്നിരുന്ന പരിചാരികമാർ ഉത്കണ്ഠയാൽ തകിടം മറിഞ്ഞപോലെ കാണപ്പെട്ടു. ചക്രവർത്തി മനസ്സിൽ കണക്കുകൂട്ടി. കാരണം അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ മുഖം പ്രസന്നമായിരുന്നു. രാമൻ പിറ്റേ ദിവസം അഭിഷിക്തനാവാൻ പോകുകയാണെന്ന വസ്തുത അറിയാത്ത അവരുടെ നേരെ അദ്ദേഹം അനുതപിച്ചു. രാജിനിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ശയനമുറിയുടെ നേരെ നടന്നു. അവിടെ അദ്ദേഹം കണ്ടതെന്താണ്? പൊട്ടിച്ചിതറിക്കിടക്കുന്ന ആഭരണങ്ങൾ, ഉലഞ്ഞ് നാനാവിധമായി കിടക്കുന്ന ശയ്യ, നിലത്ത് കൂമ്പാരമായി കൂട്ടിയ സാധനങ്ങൾ, സർവത്ര വൃത്തിഹീനതയുടെയും അശ്രദ്ധയുടെയും കേളീരംഗം. അദ്ദേഹം അത്ഭുതപ്പെട്ടു. മുറിയിൽ മുകളിലും മൂലയിലും രാജിനിയെ തെരഞ്ഞു. കാവൽക്കാരിയായൊരു പരിചാരിക പറഞ്ഞു, മഹാരാജാവേ, രാജ്ഞി ഇപ്പോൾ ക്രോധാലയത്തിലാണുള്ളത്. ഇതുകേട്ട് അദ്ദേഹം വളരെ നിരാശനായി അങ്ങോട്ട് തിരിച്ചു. ഒന്നും കണ്ടുകൂട്ടാത്ത സ്ഥിതിയിൽ അന്ധകാരം നിറഞ്ഞ ആ മുറിയിൽ അവർ വെറും നിലത്ത് വിലപിച്ചും പുലമ്പിയും ഉരുളുകയുമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, കൈകേയി, എന്തൊരു ഭംഗി നിറഞ്ഞ രംഗമാണിത്. നിനക്കെന്താണിത്ര ക്രോധം? ആർ കാരണമാണ് നിനക്കിത്രയും വ്യസനമുണ്ടായത്? പറയൂ, ഇക്ഷണം ഞാൻ അവരെ നാമാവശേഷമാക്കാം. ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ തയ്യാറാണ്. നീ എന്താഗ്രഹിക്കുന്നുവെന്ന് പറയുകയേ വേണ്ടൂ. എന്താഗ്രഹവും സാധിപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ്. നിന്റെ ആനന്ദമാണ് എന്റെ ആനന്ദം. നിന്നെക്കാൾ വലുതായി പ്രിയങ്കരമായി എനിക്ക് ഈ ലോകത്തിലൊന്നുമില്ലെന്ന് നിനക്കറിയുകയില്ലേ? വരൂ, എന്നെ കൂടുതൽ പരീക്ഷിക്കാതെ. ചക്രവർത്തി അവരുടെ അടുത്തുയിരുന്നു.
ശിരസിൽ തലോടിക്കൊണ്ട് പലവഴിക്കും ആശ്വസിപ്പിച്ചു. അവരുടെ ക്രോധത്തിന്റെയും ശോകത്തിന്റെയും കാരണമെന്താണെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. ഉഗ്രരോഷപ്രകടനത്തിന്റെ അവസ്ഥയിലായിരുന്നു കൈകേയി. അവർ ശബ്ദത്തോടെ പല്ലുഞെരിച്ചു. അവളെ ഓമനിക്കാൻ ശ്രമിച്ച ചക്രവർത്തിയുടെ കൈകൾ അവർ തട്ടിമാറ്റി. അവർ രോഷത്തോടെ പറഞ്ഞു, ഈ കപടനാട്യങ്ങളൊക്കെ മതി, ഞാനത്രയും കാലം അതിൽ വിശ്വാസമർപ്പിച്ചു. എന്നിട്ട് ഇതാണ് ഞാൻ എന്നെ വരുത്തിവെച്ച അധപ്പതനം. ഞാൻ നിങ്ങളെ ഇനി ഒരിക്കലും വിശ്വസിക്കുകയില്ല. മനസ്സാക്ഷിയില്ലാത്ത കൗശലം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. ഇതാണോ അങ്ങയിലർപ്പിച്ച വിശ്വാസത്തിനുള്ള ശിക്ഷ? പോകൂ, അങ്ങയുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്. എന്തിനെന്റെ അടുത്തിവിടെ ഇരിക്കുന്നു? അങ്ങ് മനസ്വെച്ച സ്ഥലത്തു തന്നെ നാവ് ഏൽപ്പിക്കൂ. അങ്ങയുടെ വാക്കുകളിൽ വിശ്വാസമർപ്പിക്കേണ്ട മനോഭാവമല്ല ഇനി എനിക്കുള്ളത്. എന്നെ ഇനിയും കൂടുതൽ ദുഃഖിപ്പിക്കാതിരിക്കൂ. വനവഴിക്ക് തിരിച്ചുപോകൂ. എനിക്ക് എന്തു സംഭവിക്കുന്നു എന്നതിൽ നിങ്ങൾക്കെന്തെങ്കിലും ശ്രദ്ധയുണ്ടോ? ഒരടിമയെപ്പോലെ വിഷമിച്ചു കഴിയുന്നതിനേക്കാൾ ഒരു രാജ്ഞിയെപ്പോലെ മരിക്കുകയാണുത്തമം. ഇന്നെന്നെ ജീവിതത്തിലെ അവസാന ദിവസമാണ്. അവളുടെ വിലാപങ്ങളുടെയും ദീർഘനിശ്വാസങ്ങളുടെയും ഇടയിൽ കൂടി കേട്ട ഈ പുലമ്പലുകളിൽ നിന്നും ദശരഥനൊന്നും മനസ്സിലായില്ല. അദ്ദേഹം ആകെ കുഴപ്പത്തിലായി, അത്ഭുതസ്തബ്ധനായി. അദ്ദേഹം രാജ്ഞിയുടെ കുറേക്കൂടെ അടുത്തേക്ക് നീങ്ങി അവരെ സമാശ്വസിപ്പിക്കാനും ക്രോധം ശമിപ്പിക്കാനും ശ്രമിച്ചു. കൈകേയി, അദ്ദേഹം തുടങ്ങി, നിന്റെ വാക്കുകളുടെ അർത്ഥമെന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാനൊരിക്കലും കപടമായ വാക്കുകൾ ഉപയോഗിക്കുകയില്ല. എനിക്കവേ ഒരിക്കലും ഉപയോഗിക്കുവാൻ സാധിക്കുകയുമില്ല. എന്റെ മനസ്സും നാവും പരിപൂർണ യോജിപ്പിലേ പ്രവർത്തിക്കുകയുള്ളൂ. അവ എപ്പോഴും ഒരുപോലെയായിരിക്കും. എന്റെ സ്നേഹമെവിടെയോ അവിടെ എന്റെ മധുരഭാഷണങ്ങളുണ്ടാവും. എന്റെ നാവ് എന്റെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയില്ല. അങ്ങനെ പെരുമാറാൻ അതിന് അസാധ്യമാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇത്രയും നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിനക്കോ എന്റെ ആത്മാർത്ഥതയോ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും ദുഃഖവും വേദനയും നിനക്കുണ്ടാവാൻ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എന്നോട് വ്യക്തമായി പറയാതെ എന്നെ ഇങ്ങനെ കഠിനമായി വേദനിപ്പിക്കരുത്. എന്താണ് സംഭവിച്ചതെന്ന് പറയുക. നീ എന്താണിങ്ങനെ പെരുമാറുന്നത്? ഈ പ്രാണവേദന നിനക്കെന്തു കാരണം കൊണ്ടുണ്ടായി? ദശരഥൻ വളരെ നേരത്തോളം ദയനീയമായി അപേക്ഷ തുടർന്നു. പക്ഷേ ഫലമുണ്ടായില്ല. രാജ്ഞി രൂക്ഷമായും പരിഹാസമായും മറുപടി പറഞ്ഞ് ധാർഷ്ട്യത്തോടെ ഏതു ചോദ്യവും തുത്തെറിഞ്ഞ് തീക്ഷ്ണമായ അവജ്ഞ കാട്ടി. ചക്രവർത്തിയുടെ തുടർന്നുള്ള ചോദ്യങ്ങൾ അവർ ശ്രദ്ധിച്ചതേയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ യാതൊരു വിലയുമില്ലാത്തവയാണെന്ന് താൻ കരുതുന്നുവെന്ന് അവർ നടിച്ചു. ദശരഥന്റെ ഹൃദയം വല്ലാതെ മുറിപ്പെട്ടു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അദ്ദേഹം മന്ദരയാകത്തേക്ക് വിളിച്ചു. ഗൂഢാലോചനയിലെ തന്റെ ഭാഗം ഭംഗിയായി അഭിനയിച്ചുകൊണ്ട് തന്റെ സ്വാമിനിയായ രാജ്ഞിക്കുവേണ്ടി അവൾ ആക്രന്ദനസ്വരത്തിൽ അപേക്ഷിച്ചു. മഹാരാജാവേ, എന്റെ അമ്മയെ രക്ഷിക്കൂ. കരഞ്ഞുകൊണ്ടവൾ ചക്രവർത്തിയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. നിഷ്കളങ്കതത്വത്തിന്റെ മൂർത്തിമദ്ഭാവമായിരുന്നു ചക്രവർത്തി. അദ്ദേഹത്തിൽ ഇരത്താപ്പുനയത്തിന്റെ യാതൊരു ലക്ഷണവുമുണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് അവർ അഭിനയിച്ചുകൊണ്ടിരുന്ന നാടകത്തിന്റെ നിഗൂഢസ്വഭാവം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തന്റെ പ്രേമഭാജനത്തെക്കൊണ്ട് ഇത്രയും വിപരീതമായും ക്രൂരമായും പെരുമാറാനിടയാക്കിയ വല്ല ആപത്തും സംഭവിച്ചിരിക്കണമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതുകൊണ്ടെന്താണ് സംഭവിച്ചതെന്ന് തന്നോട് പറയാൻ വേണ്ടി മന്ധരയോട് വീണ്ടും ആവശ്യപ്പെട്ടു. മന്ധര പറഞ്ഞു, മഹാരാജാവേ, എനിക്കെന്തു പറയാൻ കഴിയും? സംഭവിച്ചതിന്റെ ചെറിയ അംശം പോലും എനിക്കറിയില്ല. ദേവി പെട്ടെന്ന് ശയനമുറിയിൽ നിന്നും ക്രോധാലയത്തിലേക്ക് ഓടിവന്നു. അതുകണ്ട് ഞാനിവിടെ വന്നു. ഞാൻ വളരെയേറെ അപേക്ഷിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ ദേവി കാരണം വെളിപ്പെടുത്തുന്നില്ല. അവർ അങ്ങയോടുപോലും കാരണം പറയുന്നില്ലല്ലോ. പിന്നെ ഈ പാവപ്പെട്ട എന്നോട് പറയുമോ? ദേവി ഇങ്ങനെ സഹിക്കുന്നതും പ്രാണവേദന അനുഭവിക്കുന്നതും കാണുന്നത് എനിക്ക് അസഹ്യമാണ്. ഇനി ഇത് നോക്കി നിൽക്കാൻ സാധ്യമല്ല. എന്തു സംഭവിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് പ്രഭോ. ഞങ്ങൾ അങ്ങയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു. അങ്ങ് അവരെ ആശ്വസിപ്പിക്കുകയും മനസ്സിനെ ആനന്ദിപ്പിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ അവരുടെ സ്ഥിതി നിർണായകമായേക്കാം. ദേവി വളരെ അഗാധമായും ദീർഘമായും സഹിക്കുകയാണ്. ഓരോ നിമിഷവും ദേവിയുടെ സ്ഥിതി വഷളായി വരികയാണ്. വേഗം പരിഹാരം കാണൂ. ഞങ്ങൾ പോകട്ടെ. മറ്റു ദാസിമാരോടൊപ്പം മന്ധര ഹാൾ വിട്ടുപോകുമ്പോൾ രാജാവിനോട് അഭ്യർത്ഥിച്ചു, ദേവിയുടെ ശോകത്തിന്റെയും രോഷത്തിന്റെയും കാരണം മനസ്സിലാക്കൂ. എന്നിട്ട് ഉചിതമായ പരിഹാരങ്ങളിലൂടെ അവരെ വേഗം ആശ്വസിപ്പിക്കൂ. മന്ധര ആ നിഗൂഢത വർദ്ധിപ്പതേയുള്ളൂ. അവളുടെ പ്രസ്താവനകളെക്കൊണ്ട് ദശരഥന് ആശയക്കുഴപ്പം കൂടുകയാണുണ്ടായത്. ദശരഥൻ ആശ്വാസമോ സുഖമോ ഇല്ലാത്ത രാജ്ഞിയുടെ അടുത്തുനിന്നു പറഞ്ഞു, കൈകേയി, നീ എന്നെ തന്നെ ഇരുട്ടിൽ തന്നെ നിർത്തുന്നത്. അദ്ദേഹം പതുക്കെ രാജ്ഞിയുടെ തല നിലത്തുനിന്നെടുത്ത് മടിയിൽ വെച്ചു. അവരെ ആശ്വസിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയ്ക്കുള്ള കാരണം വെളിപ്പെടുത്താൻ വീണ്ടും ആവശ്യപ്പെട്ടു.
കുറച്ചു സമയത്തിനുശേഷം കൈകേയി നിശബ്ദത ഭഞ്ജിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. മഹാരാജാവേ, അങ്ങ് മറന്നുപോവുകയില്ല ആ 2 വരങ്ങൾ. ദേവാസുര യുദ്ധകാലത്ത് ആ ദിവസം എനിക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്ത 2 വരങ്ങൾ മറന്നിട്ടില്ലല്ലോ. ദശരഥൻ ആശ്വാസമായി. അദ്ദേഹം പറഞ്ഞു, കൈകേയി, ഈ നിസ്സാരമായ കാര്യത്തിനുവേണ്ടി നീ എന്തിനാണ് നിന്നെ തന്നെ ഇത്ര ക്രോധത്തിലും ദുഃഖത്തിലും നിമഗ്നയാക്കിയത്? എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ ആ 2 വരങ്ങളെ സംബന്ധിച്ച വാഗ്ദത്തം മറക്കുകയില്ല. ആ വാഗ്ദത്തം കൈകേയിയെപ്പോലെ പ്രിയപ്പെട്ടതാണ്. നീ എന്റെ ജീവശ്വാസമാണ്. ആ വാഗ്ദത്തവും അങ്ങനെയന്നെ. രാജ്ഞി, നിന്നെ ആരെങ്കിലും ദ്രോഹിച്ചുവോ? ആരോഗ്യത്തിന് വല്ല തകരാറും പറ്റിയോ? അല്ലെങ്കിൽ ഏതെങ്കിലും ദുഷ്ടൻ നിന്റെ ഇച്ഛയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടോ? പറയൂ. നിനക്കുവേണ്ടി ഞാൻ മരണകാരണമായ അപായം പോലും നേരിടും. നിനക്ക് മനസ്സുഖം തിരിച്ചുകിട്ടുന്നതിനായി ഞാനവരെ ശിക്ഷിക്കും. എന്നെ സന്ദേഹിക്കണ്ട. അല്ലയോ സൗന്ദര്യത്തിന്റെ മൂർത്തീഭരണമേ, നീ എന്തിനാണിങ്ങനെ വിഷമം സഹിക്കുന്നത്? ഈ മുഴുവൻ സാമ്രാജ്യവും നിന്റെ ചൊൽപ്പടിക്കാണെന്ന് നിനക്കറിയുകയില്ലേ? ഏതെങ്കിലും പ്രദേശം എന്നോട് പറയുകയേ വേണ്ടൂ. അവയെല്ലാം ഞാൻ വരുത്തിത്തന്ന് നിനക്ക് ആനന്ദമുണ്ടാക്കും. എന്നെ അറിയിക്കൂ. എന്താണ് നീ ഭയപ്പെടുന്നത്? ഒന്നും മറച്ചുവെക്കേണ്ട. പറയാൻ മടിക്കുകയും വേണ്ട. സൂര്യൻ മഞ്ഞുമീക്കുന്നതുപോലെ നിനക്കുള്ള ദുഃഖം ഞാൻ നീക്കും. ദശരഥൻ രാജ്ഞിയെ താലോലിച്ച് പുകഴ്ത്തി പറഞ്ഞു. അവരെ സമാശ്വസിപ്പിക്കാനും മനോബലം തിരിച്ചുകൊണ്ടുവരാനും വേണ്ടി വിവിധ മാർഗങ്ങളിലൂടെ ശ്രമിക്കുകയും ചെയ്തു. മന്ധര അവർക്ക് നൽകിയ ഉപദേശം കൈകേയി മനസ്സിൽ സൂക്ഷിച്ചു. തന്റെ കഠിനമായ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നതിനു മുൻപായി ഭർത്താവിൽ നിന്നും സത്യം ചെയ്തുകൊണ്ടുള്ള ഒരു വാഗ്ദത്തം തനിക്ക് ലഭിക്കേണ്ടതാണെന്ന് അവർ തീരുമാനിച്ചു. അത് അദ്ദേഹത്തിൽ നിന്നും കിട്ടുന്നതിനായി അവർ ഉള്ളതിൽ കവിഞ്ഞതും വശീകരണവുമായ രീതിയിൽ പ്രേമപ്രകടനം നടത്തി. കണ്ണിൽ നിന്നും ബാഷ്പം തുടച്ചുകളഞ്ഞു. അവരുടെ വശീകരണശക്തിയിൽ അത്രയും അടിമത്തത്തിൽപ്പെട്ട, അവരുടെ ആകർഷകത്താൽ അനുരാഗം ഉദ്ദീപിപ്പിക്കപ്പെട്ട രാജാവിന്റെ കൈകൾ അവർ മുറുകെ പിടിച്ചു. അവർ പറഞ്ഞു, പ്രഭോ, എനിക്ക് ആരുടെ നേരെയും വിദ്വേഷമില്ല. ഒരാളും എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നെ ആരും അപമാനിച്ചിട്ടുമില്ല. പക്ഷേ എനിക്ക് വളരെക്കാലമായി വളർത്തിയെടുത്ത ഒരാഗ്രഹമുണ്ട്. അതെനിക്ക് നൽകാതെ നിവൃത്തിയില്ല. ആഗ്രഹം പൂർത്തീകരിക്കുമെന്ന് സത്യം ചെയ്താൽ ആ ആഗ്രഹം എന്താണെന്ന് ഞാൻ പറയും. തന്റെ മുഖത്ത് തത്തിക്കളിക്കുന്ന ഒരു പുഞ്ചിരിക്കൊണ്ട് അവർ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു. ദശരഥനും പ്രലോഭനമെന്ന നിലയിൽ മന്ദസ്മിതം ചെയ്തു. അവളുടെ നേരെ സ്വൽപ്പം ചരിഞ്ഞിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹേ വിദഗ്ധയാം രാജ്ഞി, ഈയൊരു നിസ്സാരമായ കാര്യത്തിന് നിനക്കിത്രയും ക്രോധമുണ്ടാവുകയും മനസ്സിനെ പ്രകടിപ്പിക്കുകയും ഇത്രയും ഉത്കണ്ഠയുണ്ടാവുകയും ചെയ്യേണ്ട ആവശ്യമെന്തായിരുന്നു? ഇത് കേൾക്കൂ. സ്ത്രീകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ നീയാണ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ രാമനും. നിങ്ങൾ എന്റെ ശ്വാസമാണ്. നീ ഇത് നല്ലവണ്ണം അറിയുന്നില്ലേ? നിന്നെയോ അവനെയോ കാണാതിരുതേ എനിക്കൊരൊറ്റ ദിവസം പോലും ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ രാമനെ സാക്ഷിയാക്കി സത്യം ചെയ്യുന്നു. നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ. ഞാൻ വീഴ്ച വരുത്താതെ അത് നിറവേറ്റും. അദ്ദേഹം ഇപ്രകാരം സത്യം ചെയ്തപ്പോൾ അവളുടെ 2 കൈകളും അദ്ദേഹത്തിന്റെ കൈകളിൽ വച്ചു. അവൾ ആനന്ദം കൊണ്ട് മതിമറന്ന് എഴുന്നേറ്റിരുന്നു. അദ്ദേഹം ഗുണകാംക്ഷിയായി മാറിയതിഞ്ഞത്തിൽ അവൾ സന്തോഷിച്ചു. അദ്ദേഹത്തിന്റെ നേരെ പൂർവാധികം പ്രേമം പ്രകടിപ്പിക്കുകയും ചെയ്തു. പൂർവകഥാനുസ്മരണം. കൈകേയി ചോദിച്ചു, രാജാവേ, അങ്ങ് രാമന്റെ പേരിൽ സത്യം ചെയ്തിരിക്കുന്നു. രാമൻ ഈ സത്യത്തിന് സാക്ഷിയാണ്. ഇത് സത്യമാണോ? അവൾ സ്വന്തം നില ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 2 വിധത്തിൽ സുരക്ഷിതമാക്കി. അങ്ങ് സത്യത്തിന്റെ ഉപാസകനാണ്. അങ്ങ് ധർമ്മനിഷ്ഠരിൽ വെച്ച് ഏറ്റവും ഉന്നതനാണ്. അങ്ങയ്ക്ക് സാർവഭൗമന്റെ പ്രാബല്യവും പ്രതാപവുമുണ്ട്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന യുദ്ധം അങ്ങയുടെ സ്മൃതിപഥത്തിൽ നിന്ന് മാഞ്ഞുപോയിട്ടുണ്ടായിരിക്കില്ല. എന്നാലും ആ പരാക്രമത്തെപ്പറ്റി ഒരിക്കൽ കൂടി അനുസ്മരിപ്പിക്കട്ടെ. ആ ദിവസം ശംബരാസുരൻ അങ്ങയുടെ മുമ്പിലുള്ളവരെ മുഴുവൻ കൊന്നൊടുക്കിയപ്പോൾ അങ്ങ് ജീവൻ അവഗണിച്ചുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഠിനയത്നം ചെയ്തു മല്ലിട്ടു. ഞാനന്ന് ജാഗ്രതയും ശ്രദ്ധയും കാണിച്ച് അങ്ങയെ കാക്കുകയും ശുശ്രൂഷിച്ച് ജീവൻ നിലനിർത്തുകയും ചെയ്തിരുന്നില്ലെങ്കിൽ അങ്ങയ്ക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് അങ്ങയ്ക്കറിയാമല്ലോ. എന്റെ പ്രതിജ്ഞാർപ്പിതമായ ത്യാഗത്തെ അങ്ങ് എത്രയും വിലമതിച്ചു. അങ്ങ് പ്രഖ്യാപിച്ചു, കൈകേയി, നീ എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. അതിനു പകരമായി എനിക്ക് എന്തു തരാൻ സാധിക്കും? എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, 2 വരം ആവശ്യപ്പെടൂ. അവ തന്ന് ഞാൻ എന്റെ കടം വീട്ടാം, എന്റെ നന്ദി തെളിയിക്കാം. പക്ഷേ അന്നങ്ങ് ജീവിതത്തിലേക്ക് മടങ്ങിയതാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ട വരമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു, നാഥ, എനിക്കിപ്പോൾ അങ്ങയിൽ നിന്നും വരമൊന്നും ആവശ്യമില്ല. ഞാൻ പിന്നീട് അവയ്ക്കുവേണ്ടി അപേക്ഷിച്ചുകൊള്ളാം. അവ തിരുമങ്ങട് അതീവ സന്തുഷ്ടനായി. അങ്ങെന്റെ ത്യാഗത്തെ പുകഴ്ത്തി. അങ്ങെന്നെ പ്രശംസിച്ചു. ജീവിതം നിലനിൽക്കുന്ന കാലത്തോളം ആ വരങ്ങൾ സൂക്ഷിക്കപ്പെടുമെന്നും
ആവശ്യമുള്ളപ്പോൾ യാതൊരു എതിർപ്പും കൂടാതെ അവ ലഭിക്കുന്നതാണെന്നും അങ്ങ് പറഞ്ഞു. ഇതെല്ലാം അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും ഇല്ലേ? അങ്ങ് ഭൂമിയുടെ രാജാവാണ്. വാഗ്ദാനം ശരിക്കും പാലിക്കുന്നയാളാണ്. അതുകൊണ്ട് എനിക്കുവേണ്ടി അന്ന് സൂക്ഷിച്ചുവെച്ച ആ 2 വരങ്ങൾ ഇപ്പോൾ തരണമെന്നപേക്ഷിക്കുന്നു. അതുവഴി എന്നെ സന്തുഷ്ടയാക്കുക. ഞാൻ പുതിയ വരങ്ങളൊന്നും അങ്ങയിൽ നിന്നും ആവശ്യപ്പെടുന്നില്ല. സത്യത്തിൽ എന്റെ സ്വന്തമായവയ്ക്കുവേണ്ടി മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഒരാളുടെ അധീനതയിൽ സുരക്ഷിതമായതുകൊണ്ട് സൂക്ഷിക്കപ്പെട്ട ധനം തിരിച്ചുകൊടുക്കുന്നത് നിഷേധിക്കുകയെന്നത് കൊടിയ പാപമാണെന്ന് ഞാൻ അങ്ങയെ അനുസ്മരിപ്പിക്കേണ്ടതില്ല. അതങ്ങേക്ക് നല്ലപോലെ അറിയാം. ഇപ്പോൾ അങ്ങവ തരാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അതെന്നെ ദ്രോഹിക്കലാവും, വിശ്വാസലംഘനമാവും. എനിക്ക് ആ നിരാശ അസഹ്യമായിരിക്കും. പരാജയബോധത്തോടുകൂടി ജീവിക്കുന്നതിനേക്കാൾ പ്രാണൻ ഉപേക്ഷിക്കുകയാണ് കൂടുതൽ ആദരണീയം. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ എങ്ങനെ രാജ്യത്തിലെ ജനങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കൃതമാകും? ഭാര്യയെ വഞ്ചിക്കാൻ നിലവിട്ട് താഴ്ന്നു പ്രവർത്തിക്കാനൊരുങ്ങുന്ന, ഒരിക്കൽ തന്നിൽ വിശ്വസിക്കുകയും പിന്നീട് ആ വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചക്രവർത്തി പ്രജാപാലകനെന്ന പദവി അർഹിക്കുന്നില്ല, ഉണ്ടോ? അങ്ങനെ നന്ദികെട്ട മാർഗദർശകരെ രാജാക്കന്മാരായി കരുതേണ്ടതില്ലെന്ന് മനു പ്രസ്താവിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ് 1000 വാദങ്ങൾ ആവർത്തിച്ച് ഈ വസ്തുത ഇങ്ങനെ വിസ്തരിക്കുന്നത്? ഇന്നെന്റെ വരങ്ങൾ നൽകുന്നില്ലെങ്കിൽ നാളെ കാലത്ത് കൈകേയി ജീവനോടെ കാണുകയില്ല. ഇങ്ങനെ അറിയിച്ചുകൊണ്ട് അവൾ ഉച്ചത്തിൽ പൊട്ടിക്കരയുകയും പുലമ്പുകയും ചെയ്തു. അവളുടെ അഭിനയകലയുടെ ഫലമായി ദശരഥൻ നിസ്സഹായനും ദുർബലനുമായി.